ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിനെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്നാണ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. യേശു കുരിശുമ കിടന്നോണ്ടാ, അല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാറിയാ അമ്പി അന്യൻ റമ്മോ ക്യാമറ കണ്ടപ്പോഴത്തേക്കും എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടുപ്പിക്കുകയാണോ ചെയ്യണ്ടേ? ഗൈസ്, ഇപ്പൊ സായിയുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. കാരണം ഇതിനകത്ത് ബിഷപ്പ് പറയുന്നത് ഇതിനകത്ത് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കുകളാണ് സായി ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല വളരെ ഹീനമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചു. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വേർപിരിയുന്ന രീതിയിലാണ് ഇതിനകത്ത് ഇടപെട്ടത്. പക്ഷേ ബിഷപ്പ് പറയുന്നത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ചേർത്ത് പിടിക്കുകയാണ് ബിഷപ്പ് ഇതിനകത്ത് ചെയ്തത് എന്നാണ് ബിഷപ്പ് പറയുന്നത്. അതിനുശേഷം ബിഷപ്പ് ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. നമസ്കാരം സായി, നിങ്ങളുടെ അഭിപ്രായം ഞാൻ കണ്ടു. മറുപടി പറയാൻ എൻ്റെ സഭ്യത എന്നെ അനുവദിക്കുന്നില്ല. താങ്കളുടെ സംശയം നീക്കാൻ ഞാൻ ആരുമല്ല. ദൈവം താങ്കളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബിഷപ്പ് ഇതിനകത്ത് കമന്റ് ചെയ്തേക്കുന്നത്. ഇതിനുശേഷം അനീഷ് വ്ലോഗ്സ് ബിഷപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ബിഷപ്പ് അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഓഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു ശ്രുതിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നേ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മതപുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എൻ്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എൻ്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എൻ്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എൻ്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എൻ്റെ കാര്യം ഞാൻ പറയും. എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുതിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എൻ്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. യാതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാർ കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകള് തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാൾ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും, വിലയിരുത്തും.
വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാള് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ, എന്റെ വായി കമ്പിട്ട് കുത്താൻ വരണ്ട. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാൾ അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ പറയേണ്ട കാര്യം, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എനിക്കൊരു ഭയവുമില്ല, ഞാൻ ആരെയും പേടിക്കത്തില്ല. ബിഷപ്പാന്ന് പറഞ്ഞ് വായെടുത്ത് സംസാരിക്കരുത്, എന്നെ വായടപ്പിക്കാൻ നോക്കുകയാണോ? നെവർ. പിന്നെ ബിഷപ്പ് ഇതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ വായിൽ കമ്പിട്ട് കുത്തി കഴിഞ്ഞാൽ ഞാൻ എല്ലാം വിളിച്ച് സമൂഹത്തോട് പറയും, എനിക്ക് ആരെയും പേടിയില്ല, ആരെയും ഭയമില്ല, ഇന്ത്യ മഹാരാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ബിഷപ്പ് പറയുന്നത്. പിന്നെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്, ഈ വോയിസ് എല്ലാം ഞങ്ങളെടുത്ത് പുറത്തിടും. ഞങ്ങൾ മീൻസ് യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് എല്ലാം എടുത്ത് പുറത്തിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ബിഷപ്പ് എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുക. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയും. അതും തെളിവുകളോടുകൂടി തന്നെ. എൻ്റെ CC ക്യാമറയിൽ വന്ന തെളിവുകളുണ്ട് പല കാര്യങ്ങൾ. അത് വെച്ച് ഞാൻ പല കാര്യങ്ങൾ പറയാനിടയാകുമ്പോൾ പലർക്കും അത് മുറിവേൽക്കപ്പെടും. എനിക്കിപ്പോൾ അതിന് തുനിയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്ത് ഞാൻ സൗമ്യമായിട്ട് എൻ്റെ കാര്യം നോക്കി ഞാൻ മുൻപോട്ട് പോവുകയാണ്. സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മുഖം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പകയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല, ഒന്നും. പക്ഷേ നിങ്ങൾക്കത് പറയുവാനുള്ള ആ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നിങ്ങൾ എന്നെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതും ചാട്ടവാറുകൊണ്ട് എന്നെ അടിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നെ അങ്ങനെ അടിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താണ് പറയേണ്ടത്, എനിക്ക് ഇത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. ബ്ലഡ് പ്രഷറിന് ഞാൻ വളരെ നീണ്ട വർഷക്കാലം 2 നേരം മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലാതെ എന്നെ മുറിവേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പല യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വായ അടയ്ക്കണം, മിണ്ടാതിരിക്കണം. അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ചോദിക്കുന്ന പല ആൾക്കാരും മൈക്കുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. എന്തെങ്കിലും ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം, നേരിട്ട് വന്ന് എൻ്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതിനെനിക്ക് വിരോധമില്ല. ഗൈസ്, വീണ്ടും ബിഷപ്പ് എന്നെ ചിരിപ്പിച്ചു. കാരണം സായി കൃഷ്ണ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഷപ്പിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാളുടെ മോന്ത തച്ചു പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഷപ്പ് പറയുന്നുണ്ട്, എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്, കോട്ടയത്താണെന്നൊക്കെ പറയുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ ബിഷപ്പ് പറയുന്നുണ്ട്, താങ്കളോടത്ത് സായിയോടത്ത് ദൈവം ക്ഷമിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിഷപ്പ് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ബിഷപ്പ് പറയുന്നത് കുറച്ച് യൂട്യൂബേഴ്സിനെ ബിഷപ്പ് വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അത്രക്കാർക്ക് മുറിവേൽക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, ഞാനത് പബ്ലിക്കലി വന്ന് പറയുന്നു ബിഷപ്പ് പറയുന്നുണ്ട്, വിത്ത് പ്രൂഫ് സഹിതം. പക്ഷേ ബിഷപ്പ് ആ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല, അതിനുള്ള എവിഡൻസ് ഒന്നും ബിഷപ്പ് കാണിച്ചിട്ടില്ല. ബിഷപ്പ് പലപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബിഷപ്പിനെ കുറിച്ച് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഷപ്പിനെ ചാട്ടവാറ കൊണ്ട് അടിക്കണമെന്ന് ഒരു ഇന്റർവ്യൂക്കകത്ത്. സോ അതിന് ബിഷപ്പിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സായി എന്ന് പറയുന്ന ബിഗ് ബോസ് സെലിബ്രിറ്റിയും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പലരും ഒരു വീഡിയോ അയച്ചു തന്നു. ആ ബിഷപ്പ് എന്ന് പറയുന്ന ആളിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, യേശു ക്രിസ്തു കുരിശയിൽ കിടക്കുന്ന കാരണത്താലാണ്, യേശു കുരിശയിൽ ഇറങ്ങി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മുഖം അടിച്ച് പൊളിച്ചേനേമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ
ഞാൻ കാണുവാനിടയായി. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് പല കാര്യത്തിലും. എന്നെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നെ ദുഃഖിപ്പിക്കുന്ന പല കാര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉത്തരം കൊടുത്തപ്പോൾ ഭയങ്കരമായി വേദനിച്ച് ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് നിന്ന് ഞാൻ വളരെ തലവേദന എടുത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വേദനയോടുകൂടെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ആ സമയത്ത് ഞാൻ ഒരാളെ ഇകഴ്ത്താനും വേറൊരാളെ പുകഴ്ത്തി പറയാനുമായിട്ടാണെന്ന് ചിന്തിച്ച് കേരളത്തിലെ ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്നെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വലിച്ച് കൊണ്ടുപോയി. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ ഭയങ്കരമായ രീതിയിലാണ്, ഭയങ്കരം എന്ന് വെച്ചാൽ വളരെയധികം എന്നെ കീറി മുറിക്കുന്ന, എൻ്റെ ചോര വലിച്ചു കുടിക്കുന്നു, എൻ്റെ മാംസം വലിച്ചു കീറുന്നത് പോലുള്ള അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം. എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയത്തില്ല, എല്ലാ യൂട്യൂബേഴ്സിനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. യൂട്യൂബേഴ്സിൽ തന്നെ എന്നെപ്പറ്റി എന്നെ എതിർത്ത് സംസാരിച്ച യൂട്യൂബേഴ്സ് തന്നെ ഇപ്പോൾ സായി കൃഷ്ണയുടെ പല പഴയ വീഡിയോസിനകത്ത് എന്നെ അനുകൂലിച്ച വീഡിയോ ഇട്ട അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടന്റുകൾക്ക് വേണ്ടി മാറിയും തിരിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു. ഈ സായി കൃഷ്ണ ആയിക്കോട്ടെ, മറ്റിതര യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ വിത്ത് എവിഡൻസുകളുണ്ട്. ഇവരെന്നെ വിളിക്കാറുണ്ടായിരുന്ന പല ആൾക്കാരുണ്ട്, യൂട്യൂബേഴ്സ് പലരും എന്നെ ടെലിഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോഴും ഞാൻ നിഷ്കളങ്കതയോടുകൂടിയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. അവരെന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയാം, ഞങ്ങളുടെ കയ്യിൽ കുറെ റെക്കോർഡുകൾ ഇരിപ്പുണ്ട്, അത് മൊത്തം ഞങ്ങൾ ഏത് സമയം പുറത്തു വിടും. ഞാനിപ്പോൾ ഈ പബ്ലിക്കിനോട് വിളിച്ച് പറയുക, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ട് പറയാം, ഞാൻ ഒരു നിഗൂഢമായ രഹസ്യങ്ങൾ ഒരിക്കലും ഞാൻ പബ്ലിക്കിനോട് പറയാത്ത കാര്യങ്ങൾ ഞാൻ രഹസ്യമായിട്ട് വെക്കണമെന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല. നോർമലി ഗ്രൂപ്പ് കോൾ ചെയ്യും ഈ യൂട്യൂബേഴ്സ് പലരും, ഞാൻ പേര് പറയുന്നില്ല, പല യൂട്യൂബേഴ്സ് ചേർന്ന് തന്നെ ഗ്രൂപ്പ് കോൾ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവർ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുള്ള വിവരം ഈ അടുത്ത ദിവസങ്ങളാണ് ഞാൻ അറിയുവാനിടയായി. അപ്പോൾ അങ്ങനെയുള്ള ചില കോളുകൾ റെക്കോർഡ് ചെയ്ത് ഇവരുടെ കയ്യിൽ വെച്ചിട്ട് ഇവർക്ക് കണ്ടന്റ് ആവശ്യമായി വരുമ്പോൾ എന്നെ എതിർത്ത് ഇതിനകത്ത് ബിഷപ്പ് പറയുന്നത് പല യൂട്യൂബേഴ്സും ബിഷപ്പിനെ വിളിച്ച് ഗ്രൂപ്പ് കോൾ ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ബിഷപ്പിന് അറിയില്ലായിരുന്നു അത്രേ. അപ്പോൾ ഈ ഗ്രൂപ്പ് കോൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന വിവരം ബിഷപ്പ് ഇപ്പോൾ ഈ ഇടയായിട്ടാണ് അറിഞ്ഞത് എന്നാണ് ബിഷപ്പ് ഇതിനകത്ത് പറയുന്നത്. എന്തായാലും ബിഷപ്പിന്റെ ഒരു അവസ്ഥ ആലോചിക്കുകയാണ്. അടുത്തതായിട്ട് ബിഷപ്പ് പറയുന്നത്, ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, നിങ്ങൾ ബിഷപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ബിഷപ്പ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഷപ്പിന് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ചിരിച്ച് ചാവും. ശ്രമിക്കരുത്. വായ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താവും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറയും. അതിന് നിങ്ങൾ ഉടനെ എന്റെ വായ അടപ്പിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അങ്ങനെയാണ്, അടുത്ത 5 മാസം കഴിയുമ്പോൾ ബിഷപ്പ് നോബൽ ഫിലിപ്പ് മോശമാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. കാരണം നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ എത്ര ഇകഴ്ത്തിയത് കൊണ്ടോ, നിങ്ങൾ എന്നെ എത്ര പുകഴ്ത്തിയത് കൊണ്ടോ എനിക്ക് 0 മാർക്കേ ഉള്ളൂ. നിങ്ങൾ എന്നെ പുകഴ്ത്തിയത് കൊണ്ടും എനിക്ക് പ്രയോജനമില്ല, നിങ്ങൾ എന്നെ ഇകഴ്ത്തിയത് കൊണ്ടും എനിക്ക് പ്രയോജനമില്ല. രണ്ടും എനിക്ക് 0 മാർക്ക. നിങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്നെ നെഗറ്റീവായിട്ട് തന്നെ വീഡിയോ ഇടണമെന്ന് ഞാൻ പറയും. ഇട്ടോളൂ, എത്ര നെഗറ്റീവ് വേണമായിട്ട് വീഡിയോ ഇട്ടോളൂ. ബിഷപ്പ് അങ്ങനെ ചെയ്തു, ബിഷപ്പ് ഇങ്ങനെ ചെയ്തു, ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, ബിഷപ്പ് ഇങ്ങനെ. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റിലൂടെ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എന്നോട് എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ കൊടുക്കും. അത് നിങ്ങളെ പറ്റി അല്ലല്ലോ പറയുന്നത്, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവാ പറയുന്നത്. സായി കൃഷ്ണനെ പറ്റി ചോദിച്ചതിന് ഉത്തരവായി പറയും. എനിക്ക് സായി കൃഷ്ണനോട് പകയില്ല, ദേഷ്യമില്ല, പിണക്കമില്ല, യാതൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് ഒരു ബിഗ് ബോസ് സെലിബ്രിറ്റി എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയും. മാത്രമല്ല രേണു സുധി സുഖം ഇല്ലാത്തപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു. അദ്ദേഹം വന്ന് അദ്ദേഹം എന്തോ സഹായം അവിടെ കൊടുത്തിട്ട് പോയെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തോട് തോന്നി എന്താണെന്ന് അറിയാം, അദ്ദേഹം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ള അഭിമാനമാണ് തോന്നി. പക്ഷെ പിറ്റേ ആഴ്ച എന്നെ പറ്റി പറയുന്ന പോലെ തന്നെ അദ്ദേഹം പറയുകയാണ് എന്റെ മുഖം അടിച്ചു പൊളിക്കണം. അപ്പൊ നല്ലതെന്ന് നമ്മൾ ചിന്തിച്ച ഒരു വ്യക്തി ദിവസങ്ങൾക്കുള്ളിൽ എന്നെ പറ്റി തന്നെ പറയുന്നു എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന്. കുഴപ്പമില്ല, സായികൃഷ്ണനെ എവിടെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സായികൃഷ്ണയുടെ അടുത്ത് വന്ന് നിൽക്കും. തോന്നുവാണെങ്കിൽ എനിക്കൊരു അടി തന്നോളൂ, മുഖം അടിച്ച് പൊളിക്കണമെങ്കിൽ പൊളിച്ചോളൂ, അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അത്രേ ഉള്ളൂ എനിക്ക് സായികൃഷ്ണനോട് പറയാൻ. സായികൃഷ്ണനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. അയാളൊരു ബിഷപ്പാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സായികൃഷ്ണനോട് പറയാണ്, ഞാൻ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ആംഗ്ലിക്കൻ രൂപതയുടെ മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുന്ന ഒരു എളിയ ബിഷപ്പാണ് ഞാൻ. ഒരു മനുഷ്യരുടെ ഒരു 10 രൂപ മേടിക്കാതെ
ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി 100 രൂപ മേടിക്കാതെ ആരുടെയും ബുദ്ധിമുട്ടുകളില്ലാതെ എൻ്റെ ജീവിതം. ബിഷപ്പിന് സായി കൃഷ്ണയോട് പറയാനുള്ളത്, ബിഗ് ബോസ് സെലിബ്രിറ്റി എന്ന നിലക്ക് സീക്രട്ട് ഏജന്റ് സായിയെ ബിഷപ്പ് അറിയും. ദൈവം സായി കൃഷ്ണയെ അനുഗ്രഹിക്കട്ടെ. നല്ല കരുണ ഉള്ള ഒരാളാണ്. കാരണം സായി കൃഷ്ണ രേണുവിൻ്റെ അടുത്ത് വന്നിട്ട് സഹായം ചെയ്തു എന്നൊക്കെ ബിഷപ്പ് അറിഞ്ഞു. അതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ ബിഷപ്പിന്റെ മുഖം അടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് പറയുന്നത് സായിക്ക് എൻ്റെ മുഖത്ത് അടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അടിച്ചോളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.